കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷിനെ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടുകാരെല്ലാവരും ചേർന്ന് പെണ്ണിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ജ്യോതി ചായയുമായി അവരുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും സുധീഷ് സുഭാഷേട്ടാ ദേ പെണ്ണിനെ നോക്കിയേ എന്ന് പറഞ്ഞ് സുഭാഷിനെ മെല്ലെ തട്ടുന്നുണ്ട്. ജ്യോതി എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം അവളുടെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. ഭാസ്കരൻ പ്ലേറ്റിൽ നിന്നും ഒരു ലഡു എടുക്കുമ്പോഴേക്കും നിധി അയാളെ തടയുന്നുണ്ട്. എല്ലാവരും എന്താന്ന് സംശയത്തിൽ നോക്കുമ്പോൾ, അല്ല എനിക്ക് കുറച്ച് ഷുഗർ ഉണ്ടേ, അതാ മരുമോള് മധുരം കഴിക്കണ്ടെന്ന് പറയുന്നേ എന്ന് പറഞ്ഞ് ചായക്ക് മധുരമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിധി ജ്യോതിയോടായി അവിടെ ഇരിക്കാൻ പറയുമ്പോഴേക്കും ജ്യോതി വന്ന് അവരുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജ്യോതിയുടെ അമ്മാവൻ വന്ന് അയാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ കേശവൻ, ജ്യോതിയുടെ അമ്മാവനാ. ജ്യോതി ബികോം വരെ പഠിച്ചതാ, ഇവിടെ അടുത്ത് ഒരു ജ്വല്ലറിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞങ്ങൾ മാട്രിമോണിയിൽ വെച്ച് അറിഞ്ഞിരുന്നു എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അറിഞ്ഞു എന്ന് വെച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു കുഴപ്പമില്ലല്ലോ എന്നയാൾ ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, എത്ര വേണേലും പറഞ്ഞോ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം, കാപ്പി കഴിക്കാൻ വന്നിട്ട് ഊണ് കഴിച്ചു മടങ്ങി എന്ന് പറയണ്ടല്ലോ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, ആദ്യം പെണ്ണും ചെറുക്കനും സംസാരിക്കട്ടെ, അവരുടെ ഇഷ്ടമാണല്ലോ പ്രധാനം എന്ന് ജ്യോതിയുടെ അച്ഛനും പറയാണ്. അത് കേട്ട് അത് മതി എന്ന് സുധീഷ് പറയുമ്പോൾ, ഞാൻ എന്ത് സംസാരിക്കാനാടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ജ്യോതിയുടെ അമ്മ അവളെ അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനും ചെന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിനെ തള്ളി വിടുന്നുണ്ട്. സുഭാഷ് മെല്ലെ അങ്ങോട്ട് പോകുമ്പോഴേക്കും, ചെറുക്കൻ ഇച്ചിരി റിസർവ്ഡ് ടൈപ്പാണല്ലേ എന്ന് ജ്യോതിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ, അതെ എന്ന് സുധീഷ് മറുപടി പറയുന്നുണ്ട്. സുഭാഷ് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അവിടെ ജ്യോതിയും അയാളെ കാത്തു നിൽക്കുന്നുണ്ട്. സുഭാഷ് അധികം സംസാരിക്കാത്ത ആളാണോ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാനധികം എന്ന് പറഞ്ഞ് സുഭാഷും പരിങ്ങുന്നുണ്ട്. സുഭാഷ് അധികം സംസാരിക്കാത്ത ആളാണോ എന്ന് ജ്യോതി വീണ്ടും ചോദിക്കുമ്പോഴേക്കും, ഞാൻ പരിചയമുള്ള ആൾക്കാരോടെ അധികം സംസാരിക്കാറുള്ളൂ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതിനെയാണ് സംസാരിക്കാത്ത പ്രകൃതം എന്ന് പറയുന്നത്. സുഭാഷിന് എന്തൊക്കെയാ ഇഷ്ടം എന്ന് ജ്യോതി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്കെല്ലാം ഇഷ്ടാ എന്ന് സുഭാഷ് പറയുമ്പോൾ, എല്ലാം ഇഷ്ടാണോ എന്ന് ജ്യോതിയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് എൻ്റെ വീടിനെയും വീട്ടുകാരെയും ഒരുപാട് ഇഷ്ടാ എന്ന് സുഭാഷ് പറയുമ്പോൾ, ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ ഇഷ്ടത്തെക്കുറിച്ചാ എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. ഇയാൾക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ, ജ്യോതി ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്. ഇനി എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ, ഇല്ല, ഇനിയും ചോദിക്കാലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് മതി, എന്നാൽ നമുക്ക് പുറത്തേക്ക് പോവാം എന്നവൾ പറയുമ്പോൾ, ശരിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. അവിടെ സുധീഷും ഹരീഷും നികേഷും കൂടി സുഭാഷൊക്കെ സംസാരിച്ച് കൊളാക്കിയിട്ടുണ്ടാവോ എന്ന് പറയുന്നതിനിടയ്ക്കാണ് എന്ന് സംശയം പറയുന്നതിനിടയിലാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത്. സുഭാഷ് വന്ന ഉടനെ സുധീഷ് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ സംസാരിച്ചു, സുഭാഷ് ഒന്നും സംസാരിച്ചില്ല എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. കുറച്ച് സംസാരിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ കുടുംബകലഹം അത്രയും കുറയും എന്ന് ജ്യോതിയുടെ അമ്മാവൻ പറയുമ്പോഴേക്കും, ആണായാലും പെണ്ണായാലും കല്യാണത്തിന് മുൻപേ പരസ്പരം മനസ്സിലാക്കുന്നത് നല്ലതാ. ഒരു തവണ കണ്ട് കല്യാണം ഉറപ്പിക്കുന്നതൊക്കെ പഴയ ഏർപ്പാടല്ലേ. ഇനി സംസാരം കുറവുള്ള ആളാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം അധികം കൊടുക്കാം. ഫോണിലൂടെ സംസാരിച്ച് രണ്ടുപേരും അടുത്തറിയട്ടെ. അങ്ങനെ രണ്ടുപേരും ഓക്കെ ആവുകയാണെങ്കിൽ വിവാഹം. എന്താ അതുപോരെ എന്ന് ജ്യോതിയുടെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, അത് മതി, ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരാണല്ലോ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. എന്നാ പിന്നെ രണ്ടുപേരുടെയും നമ്പർ കൈമാറാലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും, അത് ഞാൻ എന്നെ വിളിച്ച നമ്പറിലേക്ക് അയച്ചേക്കാം, സുഭാഷിൻ്റെ നമ്പറും അതേ നമ്പറിൽ അയച്ചു തന്നാൽ മതി എന്ന് ജ്യോതിയുടെ അച്ഛനും പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ സാന്ദ്ര നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഫോൺ എടുത്തപ്പോഴേക്കും, ഹലോ മോളെ, സുഖമല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. സുഖാണ് ഏട്ടത്തി, ഏട്ടത്തിക്കോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അങ്ങനെ പോകുന്നു എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. മോൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് സാന്ദ്ര വീണ്ടും ചോദിക്കുമ്പോൾ, അന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, സോറി എന്ന് നിധിയും പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല മോളെ, എനിക്ക് മനസ്സിലാവും. പിന്നെ സുധീഷിന്റെ അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും, ഇപ്പോൾ കുഴപ്പമില്ല, മുറിവുണങ്ങുന്നുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ നിന്നെ വിളിച്ചിരുന്നു എന്ന് സാന്ദ്ര പറയുമ്പോൾ, ഞാൻ കണ്ടിരുന്നു, പിന്നെ തിരിച്ചു വിളിക്കാതിരുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ലല്ലോ, അതുകൊണ്ടായിട്ടതി എന്ന് നിധിയും പറയുന്നുണ്ട്. നീ എവിടെ പോയതായിരുന്നു എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ, പുറത്തു പോയതായിരുന്നു എന്ന് നിധിയും പറയാണ്. ഒറ്റയ്ക്കോ എന്ന് സാന്ദ്ര സംശയത്തോടെ ചോദിക്കുമ്പോൾ, അല്ല, എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ എന്ന് സാന്ദ്ര സംശയത്തോടെ ചോദിക്കുമ്പോൾ, അച്ഛനും ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് നിധി പറയുമ്പോൾ, അച്ഛനും ഫാമിലിയും നീ എന്തൊക്കെയാ നിധി പറയുന്നേ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ, അത് നിന്റെ ഫാമിലിയാണോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ, വേറെ ഏതാ എൻ്റെ ഫാമിലി, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഫാമിലി എൻ്റെതാണെന്ന് പറഞ്ഞാൽ അവരതിന് സമ്മതിക്കില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ, എന്ന് കരുതി അത് നിന്റെ ഫാമിലി ആവോ, ഇവർക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിലും ഇതാണ് നിന്റെ ഫാമിലി, അല്ലാതെ അവരൊക്കെ നിന്റെ സ്വന്തമാണെന്നൊന്നും കരുതിപ്പോവല്ലേ മോളെ
എന്ന് സാന്ദ്ര പറയുമ്പോൾ അത് വിട്ടേക്കെടുത്തി, നമ്മളിത് സംസാരിച്ചാൽ എവിടെയും എത്താൻ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് എവിടെയാ പോയെന്നറിയോ? സുഭാഷ് ഏട്ടനെ പെണ്ണ് കാണാൻ എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്ന് സാന്ദ്ര സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ആ, സുധീഷിന്റെ ചേട്ടന് പെണ്ണ് കാണാൻ പോയതാ ഞങ്ങളെല്ലാവരും. ഞാനാ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തത് എന്ന് നിധി പറയുമ്പോൾ നീ എന്തൊക്കെ കാര്യങ്ങളാ നിധി അവിടെ കാണിച്ചു കൂട്ടുന്നത്? നീ തന്നെ അവിടെ എത്ര കാലം കഴിയുമെന്നറിയില്ല. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തലയിടണോ? ഇതൊക്കെ നിനക്ക് തന്നെ കുഴപ്പമാവേ ഉള്ളൂ എന്ന് സാന്ദ്ര പറയുമ്പോൾ അതൊക്കെ ഏട്ടത്തിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നേ? എനിക്ക് സുഭാഷ് ഏട്ടനെ കാണുമ്പോൾ ഒരു ഭയങ്കര ബ്രദർലി ഫീലിംഗാ. സുഭാഷ് ഏട്ടന് ഒരുപാട് സ്ഥലത്തു നിന്ന് പെണ്ണ് നോക്കിയതാ, ഒന്നും ശരിയായില്ല. ഞാൻ മാട്രിമോണി വഴി ഒരു അലയൻസ് ശരിയാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പെണ്ണ് കാണാനും പോയി എന്ന് നിധി പറയുമ്പോൾ സുധീഷിന്റെ കുടുംബത്തെപ്പറ്റി അരുണേട്ടൻ പറയുന്നതും നീ പറയുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ മോളെ. അരുണേട്ടൻ പറയുന്നത് കേട്ടാൽ ആ വീട്ടിൽ നിനക്ക് ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല എന്ന രീതിയിലാ എന്ന് സാന്ദ്ര പറയുമ്പോൾ ചേട്ടത്തിയുടെ ഭർത്താവ് പറയുന്നു എന്നത് കൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ലല്ലോ. പക്ഷേ നാട്ടുകാരൊക്കെ ആ വീടിനെ പറ്റി പറയുന്നതൊക്കെ കേൾക്കുന്നതല്ലേ മോളെ എന്ന് സാന്ദ്ര പറയുമ്പോൾ ഞാൻ ഈ വീട്ടിലല്ലേ കഴിയുന്നേ, ഇവരുടെ സ്വഭാവം എനിക്കറിയില്ലേ, എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ നീ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ച പോലെയാണല്ലോ മോളെ നീ സംസാരിക്കുന്നത്. ഫാമിലി എന്ന് പറയുന്നു, പെണ്ണ് കാണാൻ ഒരുമിച്ച് പോകുന്നു, എന്തൊക്കെയാ നടക്കുന്നേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരം ഒരൊറ്റ ഫോൺ കോളിൽ പറഞ്ഞു തരാൻ പറ്റില്ല ഏട്ടത്തി. പെണ്ണ് വാഴാത്ത വീട് എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ ഇമേജാ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ വീണ്ടും അവരത് തന്നെ പറയും, ഇവിടെയുള്ളവർ വീണ്ടും വിഷമിക്കുകയും ചെയ്യും എന്ന് നിധി പറയുമ്പോൾ ആ വീടിനെയും വീട്ടുകാരെയും നന്നാക്കി എടുക്കുക എന്നുള്ളത് നിന്റെ ജോലിയാണോ നിധി? അല്ല എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. ഞാനൊരു ബുദ്ധിമുട്ടിൽ നിന്നപ്പോൾ എന്നെ സഹായിക്കാൻ ഈ വീടും വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനും അത് തിരിച്ചു കാണിക്കണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതിന് നീയും ആ വീട്ടുകാരും തമ്മിൽ എന്ത് ബന്ധമുള്ളത് എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. ലോജിക്കലി ചോദിച്ചാൽ അത് ശരിയാ, എനിക്കും ഉത്തരമില്ല. പക്ഷേ അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം എനിക്ക് തിരിച്ചു കാണിക്കണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇവിടെ മറ്റൊരു പെൺകുട്ടി വരണം, അല്ലെങ്കിൽ ഞാനത് ഇവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ആദ്യം ഈ വീട്ടിൽ ഒരു പെൺകുട്ടി വരട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് നിധി പറയുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് നീ ഓരോന്ന് കാണിക്കുക, എനിക്കതൊന്നും ഇഷ്ടാവുന്നില്ല എന്ന് സാന്ദ്ര പറയുമ്പോൾ എനിക്കിഷ്ടപ്പെടുന്നുണ്ട് അടുത്തി. ശരി, ഫോൺ വെച്ചേക്ക്, ഇനി നിങ്ങളുടെ കെട്ടിയോൻ വന്ന് ഫോൺ വിളിക്കുന്നത് കണ്ട് വീണ്ടും പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യാണ്. നിധി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സാന്ദ്ര എന്തോ ആലോചിച്ചുകൊണ്ട് ഫോണും പിടിച്ചു. പിന്നീട് ഉമ്മറത്തെ കട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാണ് ഭാസ്കരൻ. നിധിയും മറ്റുള്ളവരും ഡൈനിങ് ഹാളിലിരുന്നും ഭക്ഷണം കഴിക്കുന്നുണ്ട്. മോളെ ഒരു പൊറോട്ട കൂടി കഴിക്ക് എന്ന് സുഭാഷ് പറയുമ്പോൾ മതി, നിറഞ്ഞു എന്ന് നിധിയും പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വാങ്ങിയത്, നന്നായി കഴിക്കേ, ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് വാങ്ങാം എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ആർക്കും ഒന്നും വേണ്ട എന്ന് സുഭാഷ് വിഷമത്തോടെ പറയുമ്പോൾ ഇന്ന് പെൺകുട്ടിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് വന്ന ദിവസമല്ലേ, അപ്പോൾ ഇന്നൊരു ദിവസമെങ്കിലും അടുക്കളയിലേക്ക് കയറാതിരിക്കുക സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അതിനെനിക്ക് അതൊരു ജോലിയായി തോന്നിയാലല്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ ചേട്ടാ ഇന്നൊരു ദിവസം ഞങ്ങൾ ചേട്ടന് ലീവ് തന്നിരിക്കുന്നു, ഇരിക്കേ എന്ന് നികേഷ് പറയുമ്പോൾ ഇന്ന് നമ്മൾ പോയ വീട്ടിലെ ആൾക്കാർ നല്ല ആളുകളാണെന്ന് തോന്നുന്നല്ലേ എന്ന് നിധി പറയുമ്പോൾ അതെ, ഒന്നും ഒളിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇയാളെല്ലാം ഒളിക്കുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് കാര്യം പിടികിട്ടി എന്ന് ഹരീഷ് സുധീഷിനെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും എല്ലാവരും ചിരിക്കുന്നത് കേട്ട് ഒരു കാര്യം പറയുമ്പോൾ നീ അതിനിടയിലിട്ട് ഇളക്കല്ലേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത്ര വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും വീടൊക്കെ നമ്മുടെ വീടിനേക്കാൾ നല്ലതാണല്ലേ, എൻ്റെ പേടി നമ്മുടെ വീടിനെ പറ്റി ചോദിക്കോ എന്നായിരുന്നു എന്ന് നികേഷ് പറയുമ്പോൾ ചോദിച്ചിരുന്നെങ്കിൽ സുധീഷ് മറുപടി പറഞ്ഞേനെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണെന്നും പുരാവസ്തു വകുപ്പിന്റെ കീഴിലായോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തട്ടിവിട്ടേനെ എന്ന് നിധി സുധീഷിനെ കളിയാക്കുന്നത് കേട്ട് എല്ലാവരും ചിരിക്കുന്നത് കണ്ട് സുധീഷ് പരിഭവത്തോടെ ആഹാ, അപ്പൊ ഇയാളും എനിക്കിട്ട് തന്നെ വെക്കാണല്ലേ എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലേ, ഇവർ തമ്മിൽ സംസാരിച്ചറിഞ്ഞതിന് ശേഷം കല്യാണത്തെക്കുറിച്ച് തീരുമാനിച്ചാൽ മതിയെന്ന് ഹരീഷ് പറയുമ്പോൾ അത് ശരിയാ, സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, ഇനിയിപ്പോൾ വരുന്ന സംസാരിച്ച് പഴകിയ പിന്നെ കല്യാണം എന്ന് നിധി പറയുന്നത് കേട്ട് സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് എന്താ സുഭാഷ് ഏട്ടാ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കുട്ടിയെ ഇഷ്ടാവണം, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടാവണം എന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പോൾ സുഭാഷ് ഏട്ടന് ഇഷ്ടായില്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സുഭാഷ് ഏട്ടൻ എന്താ ഇഷ്ടായില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അത് പിന്നെ ആ കുട്ടി നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമല്ല സുഭാഷ് ഏട്ടൻ പറഞ്ഞത് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. നികേഷ് ഫോൺ എടുത്ത് ഇതേതോ നമ്പറാ എന്ന് പറയുമ്പോൾ ഇനി ജ്യോതിയുടെ നമ്പർ ആയിരിക്കുമോ എന്ന് പറഞ്ഞ് നിധി ഫോൺ വാങ്ങുന്നുണ്ട്. അതെ, ഇത് ജ്യോതിയുടെ നമ്പറാ, സുഭാഷ് ഏട്ടാ സംസാരിക്കേ എന്ന് പറഞ്ഞ് ഫോൺ സുഭാഷിന് കൊടുക്കാണ്. സുഭാഷ് ഒരു സംശയത്തോടെ അവരെല്ലാവരും നോക്കിയതിന് ശേഷം ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ എന്ന് പറഞ്ഞ് സുഭാഷ് മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഹലോ ലൈനിലില്ലേ, ഞാൻ ജ്യോതിയാ സംസാരിക്കുന്നേ എന്ന് ജ്യോതി പറയുന്നുണ്ട്. ആ, ഞാൻ സുഭാഷ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും
സുഭാഷിന്റെ ഫോണിൽ വിളിച്ചാൽ പിന്നെ സുഭാഷാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ എന്ന് ജ്യോതി ചോദിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഉവ് ഇപ്പൊ കഴിച്ചേ ഉള്ളൂ എന്ന് സുഭാഷ് പറയുമ്പോൾ ഞാനും അതെ എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ പുറത്തു പോയി സംസാരിക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ സുഭാഷ് ഫോണും എടുത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹലോ എന്ന് ജ്യോതി പറയുമ്പോൾ ഹലോ സംസാരിച്ചോളൂ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരെന്തു പറഞ്ഞു, എന്നെ കാണാൻ കൊള്ളാവോ എന്ന് ജ്യോതി ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ അതായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്, ഇവിടെ എല്ലാവർക്കും ജ്യോതിയെ ഇഷ്ടമായി എന്ന് സുഭാഷ് പറയുമ്പോൾ ഇയാൾക്ക് ഇഷ്ടായില്ലേ എന്ന് ജ്യോതിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് എന്താ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ജ്യോതി വീണ്ടും ചോദിക്കുമ്പോൾ ഇഷ്ടായി എന്ന് സുഭാഷ് പരിങ്ങളോടെ പറയുമ്പോൾ ഞാനിങ്ങനെ കാണാൻ കൊള്ളാവോ എന്ന് ജ്യോതി ചോദിക്കുന്നുണ്ട്. കൊള്ളാം, കാണാൻ നന്നായിട്ടുണ്ട് എന്ന് സുഭാഷ് പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അവരുടെ അച്ഛൻ ഉമ്മർത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിങ്ങളെയും കാണാൻ കൊള്ളാം, എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളെയും വീട്ടുകാരെയും ഒരുപാട് ഇഷ്ടമായി, പ്രത്യേകിച്ച് നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ നിധിയെ എന്ന് ജ്യോതി പറയുമ്പോഴേക്കും നിധി നല്ല കുട്ടിയാ, വലിയ വീട്ടിലൊക്കെ വളർന്നതാ, ഇവിടെ അത്ര സൗകര്യമൊന്നുമില്ല, എന്നാലും ഒരു പരാതിയില്ലാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാ എന്നൊക്കെ സുഭാഷ് ആവേശത്തോടെ പറയുന്നത് കേൾക്കെ ഓഹോ അനിയത്തിയെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്കാണല്ലോ എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. ജ്യോതി പറയുന്നത് കേട്ട് സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവിടെ ഇല്ലേ പോയോ എന്ന് ജ്യോതി സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ട് പറഞ്ഞോളൂ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും എന്ന് വിചാരിച്ചു എന്ന് ജ്യോതി പറയുമ്പോൾ എന്തെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞോളാം, എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങളുടെ ജോലിയെ പറ്റി പറ, ഈ മേസ്തിരി എന്ന് വെച്ചാൽ എന്താ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ അതിപ്പോൾ എങ്ങനെയാ പറയാ, ഒരു വീടിൻ്റെ തറക്കല്ലിടുന്നത് തൊട്ട് വീടിൻ്റെ എല്ലാ പണികളും അറിയുന്ന ഒരാള്. ഓഹോ ഇനി എന്നെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ജ്യോതി പറയുമ്പോൾ കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ കഴിച്ചു, പിന്നെ കുറേ സ്വീറ്റ്സും കഴിച്ചു, എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അമ്മ അധികം കഴിക്കാൻ സമ്മതിക്കില്ല, തടി കൂടുമെന്ന് പറഞ്ഞ്. സുഭാഷിന് എന്താ ഇഷ്ടം എന്ന് സുഭാഷിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ പാചകം ചെയ്യുന്നത് ഞാനാ, അനിയന്മാർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഏറ്റവും ഇളയവന് ഇടിയപ്പമാണ് ഇഷ്ടം, ഹരീഷിന് ചോറും മീൻകറിയും, സുധീഷ് പിന്നെ ഉച്ചയ്ക്ക് പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്, ഇന്ന് പക്ഷേ പൊറോട്ടയും ചിക്കനൊക്കെ പുറത്തുനിന്ന് വാങ്ങി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഭാസ്കരനും ടെൻഷനോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും ഹരീഷും നികേഷും കൂടി സിറ്റ് ഔട്ടിൽ വന്ന് നിന്ന് സുഭാഷ് സംസാരിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും സംസാരിക്കുന്നത്, ഒന്നും കേൾക്കുന്നില്ല അല്ലേ എന്ന് ഹരീഷ് പറയുമ്പോൾ അതെ എന്ന് പറഞ്ഞ് 3 പേരും കാതും കുറിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അകത്തുനിന്നും പുറത്തേക്ക് വന്ന് അങ്ങനെ ഏട്ടൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കണ്ട വന്നേ എന്ന് പറഞ്ഞ് 3 പേരെയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. സുഭാഷിന്റെ പാചകത്തെക്കുറിച്ചുള്ള സംസാരം കേട്ട് ജ്യോതി ബോറടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ അകത്തേക്ക് കയറി വന്ന് അവനോട് ആരാടാ ഫോൺ ചെയ്യാൻ പറഞ്ഞേ, ഒരു പക്ഷേ അവൻ ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചേനെ, ഇനിയിപ്പോൾ അവൻ സംസാരം തുടങ്ങിയ സ്ഥിതിക്ക് ഈ കല്യാണം നടക്കുന്നു തോന്നുന്നില്ല എന്ന് ഭാസ്കരൻ പറയുമ്പോൾ എന്തുപറ്റി, ഒന്ന് പോയി നോക്കിയേടാ എന്ന് പറഞ്ഞ് നികേഷിനെ അവർ സിറ്റൗട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നികേഷ് സിറ്റൗട്ടിൽ ചെന്ന് സുഭാഷ് പറയുന്നത് കേൾക്കാൻ കാത് കുറിപ്പിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് പാചകം വലിയ ഇഷ്ടമാണ്, ഞാൻ രാവിലെ പണിക്ക് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും ചോറ് കറികളും എല്ലാം ഉണ്ടാക്കി വയ്ക്കും, പിന്നെ വൈകുന്നേരവും ബാക്കി കറികളൊക്കെ ചൂടാക്കി എടുക്കും, പിന്നെ വല്ല മെഴുക്ക് വരട്ടിയോ എന്തെങ്കിലും രാത്രിയത്തേക്ക് ഉണ്ടാക്കും എന്നൊക്കെ സുഭാഷ് പറയുന്നത് കേട്ട് എന്തൊക്കെ ഈ പറയുന്നേ ഛേ എന്ന് പറഞ്ഞ് നികേഷും തലയ്ക്ക് കൈവച്ച് നിൽക്കുന്നുണ്ട്. അത് കണ്ട് ഹരീഷും സുധീഷും അകത്തുനിന്ന് ഇവനെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സംശയത്തോടെ നോക്കുന്നുണ്ട്. സുഭാഷ് അപ്പോഴും അനിയന്മാരെ അവരങ്ങനെ അടുക്കളയിലേക്കൊന്നും വരില്ല, നിധി ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നുറുക്കി തരും, അല്ലാതെ അനിയന്മാരെ ഞാൻ പണിയൊന്നും ചെയ്യിപ്പിക്കാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് ടെൻഷനോടെ ഫോൺ നോക്കിയിരിക്കുന്ന ജ്യോതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ